തഹവൂറാണെ കുറച്ച് മലയാളികൾ സഹായിച്ചു, കുറച്ച് പേരുടെ പിന്തുണ കിട്ടിയെന്നൊക്കെ പറയുന്നു. ഇത് കഥയാണോ? നല്ല ചോദ്യമാണ്. കാരണം നമ്മൾ തന്നെ മലയാളികൾ കൊച്ചിയിലൊരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തു. അതെ. അപ്പോൾ അതും കഥയാണോ എന്നായിരിക്കും ആണോ ചോദ്യം? അതെ, അത് കഥയാണ്. ചിലർ പറയുന്നുണ്ട് വെറും കഥയുണ്ടാക്കുകയാണ്. ഒരു സംഭവം ഉണ്ടായി, റാണയെ കിട്ടി, ഉടനെ അവിടെ മാധ്യമ പ്രവർത്തകർ ഇത് ഇങ്ങനെ കഥയുണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു മലയാളി ഇപ്പോൾ എന്നയുടെ കസ്റ്റഡിയിലുണ്ടെന്നും പറയുന്നു, അതും കഥയാണെന്ന് പറയാം. പക്ഷെ മൊസാദിനെ അറിയാമല്ലോ. അതെ. എന്താ മൊസാദ്? ഇസ്രായേലിൻ്റെ ചാരസംഘടന. അതെ. വളരെ കൃത്യമായ ഇൻഫർമേഷൻസ് കിട്ടി പ്രവർത്തിക്കുന്നവരാണ്. അതെ. ഞാനൊരു കാര്യം പറയട്ടെ. മൊസാദിൻ്റെ 2 ഏജൻറ്റുമാർ കൊച്ചിയിൽ ആരെയോ ഫിനിഷ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞാൽ കഥയാണെന്ന് പറയുമോ? മൊസാദ് അങ്ങനെ ചെയ്യില്ലല്ലോ. മൊസാദിൻ്റെ കാര്യം ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് അങ്ങനെ സംഭവിച്ചാൽ സംഭവം കേട്ടിട്ടില്ലല്ലോ. ഇല്ല. എന്നാൽ മുംബൈ ഭീകരാക്രമണത്തിൽ 166 പേര് മരിച്ചു. അതെ. അതിൽ 6 പേർ ഇസ്രയേലികളായിരുന്നു. അതായത് മുംബൈയിലെ ചബാട്ട് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഭീകരാക്രമണത്തിൽ ഒരു റബ്ബി, അയാളുടെ ഗർഭിണിയായ ഭാര്യ, റബ്ബി എന്ന് പറഞ്ഞാൽ അവിടെ പുരോഹിതനാണ്, ഉൾപ്പെടെ 6 ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു. ഇത് സംബന്ധിച്ച് അന്വേഷണം ഇസ്രായേൽ സ്വന്തം നിലയ്ക്ക് നടത്തിയിട്ട് അതിൽ ബന്ധപ്പെട്ട ആളുകളെ, ഇസ്രായേലി പൗരന്മാരെ ഉപദ്രവിച്ചാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കത്തില്ല, അതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്താൻ വേണ്ടി അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ചാരസംഘടനയായ മൊസാദിനെ നിയോഗിച്ചു. ഇപ്പോൾ രാവിലെ കേൾക്കുന്ന ചില ആളുകൾ പറയും, ഉമ്മാർ രണ്ടും കൂടെ വന്നിരുന്ന ഓരോ കഥ പറയാൻ പോവുകയാണ്. കഥയല്ല സുഹൃത്തുക്കളെ, ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. 2 പേർ കൊച്ചിയിൽ വന്നു. 2010 മാർച്ച് 3-നാണ് വന്നവരുടെ പേര് ഒന്ന് ഷിനോർ സാൽമാൻ. ഷിനോർ സാൽമാനിൻ്റെ ജനനത്തീയതി ഞാൻ പറയാം. 1984 സെപ്റ്റംബർ 2-ന് ജനിച്ച ആളാണ്. രണ്ടാമത്തത് ഒരു സ്ത്രീയായിരുന്നു, യാഫ ഷിനോയ്. യാഫ ഷിനോയ് ജനിച്ചത് 1988 ജനുവരി 27-ന്. അവർ ഇന്ത്യയിലേക്ക് വന്ന മൾട്ടിപ്പിൾ എൻട്രി വിസയുമായിട്ടാണ് വന്നത്. വിസ നമ്പർ AP 25696991. ഇനി സാൽമാൻ്റെ പാസ്പോർട്ട് നമ്പർ, ഇസ്രയേലി പാസ്പോർട്ട് നമ്പർ 13143559. ഷിനോയുടെ 11665711 ഇസ്രയേലി പാസ്പോർട്ടാണ്. ഈ 2 പാസ്പോർട്ടുള്ള 2 പേർ ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ നിന്ന് അവർ കൊച്ചിയിലെത്തി, കേരളത്തിലെത്തി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണ്, പേര് പറഞ്ഞു, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു, അവരുടെ വിസ നമ്പർ പറഞ്ഞു, മൾട്ടിപ്പിൾ എൻട്രി വിസയായിരുന്നു, അവരുടെ പാസ്പോർട്ട്, ഇസ്രായേലി പാസ്പോർട്ട് നമ്പറും പറഞ്ഞു. കഥ പറയാൻ പറ്റുമോ ഇങ്ങനെ? അത് പറ്റില്ല. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടാണ്. ഇൻ്റലിജൻസ് ബ്യൂറോ ഇന്ത്യയിലെ എമ്പാടുമുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു അലർട്ട് കൊടുത്തിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം. അതായത് മുംബൈ ഭീകരാക്രമണത്തിൽ 6 ഇസ്രയേലി പൗരന്മാർ കൊല്ലപ്പെട്ടതുകൊണ്ട് അതിന് ഉത്തരവാദികളായവരെ തീർക്കാൻ ഇസ്രയേൽ പദ്ധതി എടുത്തുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും മെസ്സേജ് പോയി. സ്റ്റേറ്റ് പോലീസിന് പോയി, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സംസ്ഥാനങ്ങളിലെ യൂണിറ്റുകൾക്കും പോയി. അങ്ങനെ കൊച്ചി ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് ഈ അറിയിപ്പ് വന്നപ്പോൾ ഇവർ വ്യാപകമായ പരിശോധനകളൊക്കെ നടത്തിയപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ റോസ് സ്ട്രീറ്റ് ഫോർട്ട് കൊച്ചിയിലുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. ആ ഭാഗത്തൊക്കെ വീടുകളൊക്കെ വാടകയ്ക്ക് കിട്ടും, അത്യാവശ്യം നല്ല വാടകയുണ്ട്. പക്ഷെ നോക്കുമ്പോൾ ആ വീടിന്, ഇത് 2010 15 വർഷം മുമ്പാണ്, മാർച്ച് 3-നാണ്. 2010 മാർച്ച് 3-ാം തീയതി ഈ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന 50,000 രൂപയ്ക്കാണ്. മാസം 50,000 രൂപ വാടകയ്ക്ക് 2 ഇസ്രയേലി പൗരന്മാർ അവിടെ എത്തിയിരിക്കുന്നു. ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും. ഇവർ അവിടെ വന്നിട്ട് നാട്ടിലില്ലാത്ത വാടക കൊടുത്തൊരു വീടെടുത്തിരിക്കുന്നു. അപ്പോൾ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്കുമൊക്കെ ദുരൂഹമായ ചില സംശയമുണ്ടായി. അവർ സ്റ്റേറ്റ് പോലീസിനെ അറിയിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ഈ വീട് നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ മനസ്സിലായി അവിടെ എന്തൊക്കെയോ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നു, സസ്പീഷ്യസ് ദുരൂഹമായ എന്തൊക്കെയോ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിനും ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്കും ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇവരെ 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ഷെയ്ഖ് പരീദ്, എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയാണ്. ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇവരെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ കൈമാറി. ഇവരെ ഡിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ദുരൂഹമാണ്. ഇവർ അത്ര വെറുതെ ഒന്നുമല്ല.
ഇവരെന്തോ കാര്യത്തിൽ വന്നതാണ്. ഇൻ്റലിജൻസ് ബ്യൂറോ പറയുന്നത് ഇതൊരു കവേർട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആളറിയാത്ത ആളെ തിരിച്ചറിയാതെ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി വന്ന ഇസ്രയേലി രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മൊസാദിൻ്റെ ഏജൻറ്റുമാരാണെന്ന് നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയും സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും കണ്ടെത്തി. വലിയ പ്രശ്നമാണ്. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് പിടിച്ചുകൂടി ഇവരെ പിടിച്ച് ഇസ്രയേലുമായി ഇന്ത്യക്കൊരു നല്ല ബന്ധമുണ്ട്. അത് മൊസാദിൻ്റെ ആളുകളെ കയറി നമ്മൾ പിടിച്ച് ജയിലിലൊക്കെ ഇട്ടാൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഇൻ്റലിജൻസ് ബ്യൂറോ ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു, വിശദമായ റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് ഇവരെ ഡീപ്പോർട്ട് ചെയ്തു, തിരിച്ചയച്ചു. ഇത് 2012 ഫെബ്രുവരി 7 ഇറങ്ങിയ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ടൈംസ് ഓഫ് ഇന്ത്യക്ക് പോലും ഈ സംഭവം കിട്ടിയത് മാർച്ച് 3 ഇവരെ പിടികൂടിയത്, ഇവരെ കണ്ടെത്തിയത്. മാർച്ച് 3 ഇവരെ കണ്ടെത്തി എന്നുള്ള വിവരം ടൈംസ് ഓഫ് ഇന്ത്യക്ക് കിട്ടുന്ന 2 വർഷം കഴിഞ്ഞിട്ടാണ്. 2012 ഫെബ്രുവരി, അതായത് 2 വർഷം തികയാറാവുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യക്ക് പോലും ചോർന്ന് കിട്ടുന്നത്. അപ്പോൾ അത്ര രഹസ്യമായി. അപ്പോൾ മൊസാദിൻ്റെ ഏജൻറ്റുമാർ എന്തിനാണ് ചബാഡ് ഹൗസിൽ ഇസ്രയേലി പൗരന്മാർ കൊല്ലപ്പെട്ടതിന് പകരം ചോദിക്കാൻ ആരെയോ തേടി ഇവിടെ എത്തിയതിനാണ്? കൊച്ചിയിൽ. അപ്പോൾ കൊച്ചിക്കൊരു നല്ല ബന്ധമുണ്ട്. കൊച്ചിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്. കൊച്ചി ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ. 1568 നിർമ്മിച്ച ലോക പ്രശസ്തമായ പട്ടാഞ്ചേരി സിനഗോഗ അല്ലേ? അതെ, പട്ടാഞ്ചേരി ജൂതന്മാരുടെ കേന്ദ്രമായിരുന്നു. അവിടെ അത് വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ അവിടെ യന്ത്രത്തൊക്കെ ആയിട്ടുള്ള പോലീസുകാർ, വലിയ പോലീസ് സുരക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മൊസാദ് അവരുടെ 2 ഏജൻറ്റുമാരെ ഒരു ഓപ്പറേഷന് വേണ്ടി കൊച്ചിയിലേക്ക് അയച്ചു? അപ്പോൾ കൊച്ചിയിൽ എന്തൊക്കെയോ റാണ കണക്ഷൻ, മുംബൈ ഭീകരാക്രമണ കേസിലെ ചില ലിങ്കുകൾ കൊച്ചിയിലുണ്ട് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കുകയാണ് മൊസാദിൻ്റെ ആളുകൾ ഇവിടെ പിടിച്ചത്. അപ്പോൾ ഈ മൊസാദിൻ്റെ ആളുകൾ 2010 മാർച്ച് 3 വരെയായിരുന്നു ഇവർക്ക് വിസ ഉണ്ടായിരുന്നത്. ഇവരെന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇവർ തിരിച്ചുപോയി. വിസ തീർന്ന ഉടനെ ഇവർ തിരിച്ചു പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. വിസ കാലാവധി തീർന്നപ്പോൾ തിരിച്ച് ഇസ്രായേലിൽ പോയിട്ട് വീണ്ടും പുതുക്കിയ വിസയുമായിട്ട് വന്നാണ് ഇവരിവിടെ കഴിഞ്ഞത്. അപ്പോൾ ഇവർ അത്ര സാധാരണ ഇത് കൊച്ചി കാണാൻ വന്നതല്ല. അവരിവിടെ വന്നു, അവർ വിസ കാലാവധി കഴിയുന്നവരോടെ നിന്നു. അതിനുശേഷം വിസ കാലാവധി തീർന്ന ദിവസം വീണ്ടും ഇസ്രായേലിൽ പോയിട്ട് വീണ്ടും വിസ എടുത്ത് തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്ത് കൊച്ചി കാണാൻ വന്നവർ കൊച്ചി കണ്ടിട്ട് വിസ തീർന്ന ഉടനെ തിരിച്ച് വീണ്ടും പോയി വിസ എടുത്ത് വരുമോ? അങ്ങനെ സംഭവിക്കും. മൊത്തത്തിൽ ഒരു ദുരൂഹത. കാരണം ഇൻ്റലിജൻസ് ബ്യൂറോ, കാരണം ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഷിനോർ സൽമാൻ, യാഫ ഷിനോയ് എന്ന് പറയുന്ന 2 പേർ ഇവിടെ എത്തി എന്നുള്ളത് അവരെ ഈ പറയുന്ന പോലെ മാർച്ച് മാസത്തിൽ 2010 നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി, സ്പെഷ്യൽ ബ്രാഞ്ച്, സ്റ്റേറ്റ് പോലീസല്ല, IB കണ്ടെത്തി. IB ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്ത് അവരെ ഡീപ്പോർട്ട് ചെയ്ത് തിരിച്ച് ഇസ്രായേലിലേക്ക് അയച്ചു. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രത്യേകിച്ച് മൊസാദിൻ്റെ ആളുകളൊക്കെ ഇവിടെ വന്ന് പിടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടുന്ന് ഇസ്രായേലിൽ വിവരം അറിയും, അവിടുന്ന് ഇന്ത്യയിലെ എംബസിയിലേക്ക് വിവരം വരും, അവിടുന്ന് അടിയന്തരമായി വേറെ ഇടപെടലൊക്കെ ഉണ്ടാവും. വളരെ പെട്ടെന്ന് ഇവരെ സുരക്ഷിതമായി ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമ്മളങ്ങോട്ട് രാജ്യത്ത് തിരിച്ചു കൊടുത്തു. കാരണം ഇസ്രായേൽ നമ്മുടെ ശത്രു രാജ്യമല്ല, നമ്മളുമായി നല്ല സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. പലസ്തീൻ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലസ്തീനയുടെ മോദി വരുന്നതിന് മുമ്പ് തന്നെയാണ്. എന്നാൽ പോലും ഇസ്രായേലുമായിട്ട് അന്നും നമുക്ക് ശത്രുതയൊന്നുമില്ല. കൂടുതൽ അനുഭാവം അന്ന് UPA സർക്കാരിൻ്റെ കാലത്ത് ഈ പറയുന്നത് പോലെ പലസ്തീനുമായിട്ടാണെങ്കിൽ പോലും ഇസ്രായേലുമായി നല്ല ബന്ധം നമുക്കുണ്ടായിരുന്നു. നയതന്ത്ര ബന്ധത്തിൽ ഒരു കോട്ടമില്ലായിരുന്നു. മാത്രമല്ല ഈ ഇസ്രായേലിലെ ആളുകൾ ഈ അനധികൃതമായി എന്തെങ്കിലും വന്നാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും അല്ലേ? അതെ. ഇവിടെ ചെയ്തില്ല. ഇവരുടെ ദുരൂഹ സാഹചര്യത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവരോട് പറഞ്ഞത് തിരിച്ചു പൊക്കോ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഷിനോർ സാൽമാനെയും യാഫ ഷിനോയിയെയും ഇൻ്റലിജൻസ് ബ്യൂറോ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയില്ല? എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല? എന്തുകൊണ്ട് ഔദ്യോഗികമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവാതെ അവരെ സംബന്ധിച്ച ഡീറ്റെയിൽസ് ജില്ലാ കളക്ടർക്ക് മാത്രം കൊടുത്ത്, കോടതിയിലല്ല, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കോടതിയല്ല, അത്യാവശ്യം ആളുകളെ നാട് കടത്താനൊക്കെ അധികാരം കളക്ടർക്കുണ്ട്. ഇപ്പോൾ കാപ്പ ചുമത്തിയിട്ട് നാട് കടത്തുന്ന ആരാ? കളക്ടറാണ് അല്ലേ? അപ്പം നാട് കടത്താനുള്ളൊരു ഉത്തരവ് കോടതി വഴിയല്ലാതെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടറിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവരെ അതീവ സുരക്ഷിതമായി പാക്ക് ചെയ്ത് ഇസ്രയേലിലേക്ക് കയറ്റിവിട്ടു. എന്തിനാണ്? കാരണം അവർ ഇസ്രയേലിന് ഏറ്റവും വേണ്ടപ്പെട്ട അസറ്റുകളാണ്.
അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാം, നമുക്ക് തൊടാൻ പറ്റില്ല. രണ്ടും ചെറിയ 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 84-ലും 88-ലും ജനിച്ചവരാണ്. വളരെ ചെറിയ നമുക്കറിയാലോ, ഇസ്രായേലി സൈന്യത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, നമ്മൾ കുറേ ആളുകളൊക്കെ മരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, 20 വയസ്സ് 21 വയസ്സ് 25 വയസ്സൊക്കെ ഉള്ള ആളാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് വേണ്ടി പൊരുതുന്നവർ, യങ്സ്റ്റേഴ്സാണ്. അങ്ങനെ 2 ചോരത്തിളപ്പുള്ള 2 ചെറുപ്പക്കാരെ എന്തിനാണ് കവേർട്ട് ഓപ്പറേഷന് വേണ്ടി വന്നതാണെന്ന് IB വൃത്തങ്ങൾ പറഞ്ഞു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു അവർ കൊച്ചിയിൽ ഉദ്ദേശിച്ച ഓപ്പറേഷൻ? എന്തായിരുന്നു മൊസാദ്? കൊച്ചിയിൽ ആരെയോ മൊസാദിന് വേണമായിരുന്നു. ഒരുപക്ഷെ IBക്ക് വിവരം കിട്ടി, IB ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തില്ലായിരുന്നെങ്കിൽ കൊച്ചിയിൽ ആരോ കൊല്ലപ്പെടുമായിരുന്നു, അല്ലേ? അതെ, ആരും അറിയാതെ കൊല്ലപ്പെടുമായിരുന്നു. പക്ഷേ IB അപ്പോൾ ചില ഘട്ടത്തിൽ മൊസാദിനേക്കാളും മിടുക്കരായിരുന്നു നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് തെളിയിക്കുകയാണ്. അത് വേറൊരു കാര്യം. പക്ഷേ എന്തായാലും കൊച്ചി എന്ന് പറയുന്നത് കഥയല്ല. കൊച്ചിയിലെ ആളുകളെ സഹായിച്ചു, കൊച്ചിയിലെ ആൾ കൂടെ ഉണ്ടായിരുന്നു. കൊച്ചി കേന്ദ്രീകരിച്ച് വലിയ കാര്യമായ ആസൂത്രണങ്ങൾ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് ഈ 2 ഇസ്രയേലി രഹസ്യ ഏജൻറ്റുമാരെ ഇവിടെ നിന്ന് പിടിച്ച് നമ്മൾ ഡീപ്പോർട്ട് ചെയ്ത സംഭവം. അപ്പം മൊസാദ് ഏജന്റുമാർ കൊച്ചി വന്നു എന്ന് പറയുന്നത് കഥയായിട്ടൊന്നും കഥയായിട്ടില്ല, ആധികാരികമായിട്ട് നമ്മൾ അവരുടെ പാസ്പോർട്ട് നമ്പർ, വിസ നമ്പർ എല്ലാം വെച്ചിട്ട് പറയുകയാണ് എങ്ങനെ അവരെ ഡീപ്പോർട്ട് ചെയ്തു എന്ന് വരെ നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായ ഇൻഫർമേഷനാണ്. ആളുകൾ പൊടിപ്പുത്തൊങ്ങലും വെച്ച് യക്ഷിക്കഥകളും അപസർപ്പക കഥകളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ്, വസ്തുതകൾ വെച്ചിട്ടാണ്. കൊച്ചി, കേരളം ഈ മുംബൈ ഭീകരാക്രമണത്തിൽ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കേന്ദ്രം കൊച്ചിയായിരുന്നു എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. റാണയെ ചോദ്യം ചെയ്ത് വരും ദിവസങ്ങളിൽ NIAക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. എന്തായാലും നമ്മളാണ് ആദ്യം പറഞ്ഞത് റാണയെ എറണാകുളത്ത് കൊണ്ടുവരും എന്ന് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ്. അതിനുശേഷമാണ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് മാധ്യമങ്ങളിൽ വന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. മൊസാദ് കൊച്ചിയിൽ വന്നിരുന്നു. ആരുടെ തല തേടിയാണ് മൊസാദ് വന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.